നമസ്കാരം. ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം, മാറിമറിഞ്ഞ പ്രചാരണ വിഷയങ്ങൾ. അങ്ങനെ വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിൽ എത്തുകയാണ്. വയനാട്ടിൽ ആര് എന്നതിലല്ല, ചേലക്കരയിൽ ഇക്കുറി ആര് എന്നതിലാണ് കൗതുകവും ആകാംക്ഷയും. ഇടതുമുന്നണി സീറ്റ് നിലനിർത്തുമോ, UDF പിടിച്ചെടുക്കുമോ തുടങ്ങി ആകാംക്ഷയേറ്റുന്നതാണ് ചേലക്കരയിലെ പോര്. പ്രചാരണത്തിൽ ഇക്കുറി ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം ആയിരുന്നു. വയനാടും ചേലക്കരയും മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 34 നിയമസഭാ മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ്. ജാർഖണ്ഡിൽ ഒന്നാം ഘട്ടത്തിലെ 43 മണ്ഡലങ്ങളിലും നാളെ വിധിയെഴുത്ത് നടക്കും. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചിത്രത്തിനൊപ്പം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് വിശകലനങ്ങളുമായി 2 1 3 ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ലോക്സഭാ മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിൽ അയക്കാനുള്ള ശ്രമത്തിൽ ആണ് UDF കേന്ദ്രങ്ങൾ. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് LDFന്റെയും NDAയുടെയും ശ്രമം. തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മണ്ഡലമാണ് വയനാട് എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചാരണം മുതൽ പ്രിയങ്കയ്ക്ക് ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം വരെ ചർച്ചയായ മണ്ഡലത്തിൽ UDF പ്രതീക്ഷിക്കുന്നത് 5 ലക്ഷമെന്ന സ്വപ്ന ഭൂരിപക്ഷം. പോളിംഗ് കഴിയും വരെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ തന്നെ തുടരുന്നു എന്നത് UDFന്റെ പ്രചരണത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല. ഇതിനകം വയനാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എത്തിയ പ്രിയങ്കയ്ക്ക് ലഭിച്ച സ്വീകാര്യതയും UDFന് വലിയ പ്രതീക്ഷ നൽകുന്നു. മുൻപ് ലഭിച്ചതിനേക്കാൾ വനിതകളുടെ വോട്ട് ഇത്തവണ നേടാനാകുമെന്ന കണക്കൂട്ടലിലാണ് UDF 5 ലക്ഷമെന്ന വലിയ ഭൂരിപക്ഷം സ്വപ്നം കാണുന്നത്. മറുവശത്ത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് LDFന്റെയും NDAയുടെയും ഭാഗത്തുനിന്നുമുള്ളത്. 2014 സമാനമായ സാഹചര്യമെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആനിരാജ നേടിയതിനേക്കാൾ വോട്ട് നേടാനാകുമെന്ന കണക്കൂട്ടലാണ് LDFനുള്ളത്. നാട്ടുകാരിയായ ഊർജ്ജസ്വലയായ യുവ സ്ഥാനാർത്ഥി എന്ന അഭിപ്രായം ഇതിനകം നവ്യ ഹരിദാസിന് നേടാൻ കഴിഞ്ഞു എന്നാണ് NDA വിലയിരുത്തുന്നത്. ഇത് വോട്ടിംഗിലും പ്രതിഫലിക്കുമെന്നും അവർ കണക്കാക്കുന്നു. ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതു മുതൽ മേപ്പാടിയിൽ പഴകിയ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തതും വഖഫ് വിഷയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതെല്ലാം വോട്ടിംഗിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18 വയനാട്. അതേസമയം ചേലക്കരയിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവസാന നിമിഷങ്ങളിലും സ്ഥാനാർത്ഥികൾ. ബൂത്ത് തലത്തിലുള്ള സ്ക്വാഡ് വർക്കുകളും ഇപ്പോഴും തുടരുകയാണ്. 3 മുന്നണികളും ശക്തമായ പ്രചാരണമാണ് ഇത്തവണ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ 28 വർഷമായി ചേലക്കരയുടെ മണ്ണ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. ആ ഉരുക്കുകോട്ട ഇത്തവണയും കാക്കാനാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. വികസനത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ചേലക്കരയിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുന്നത്. പ്രചാരണത്തിന് മുന്നിൽ നിന്ന് നയിച്ചത് മുഖ്യമന്ത്രിയും. മുൻകാലങ്ങളെപ്പോലെ ഈസി വാക്കോവർ ഇത്തവണ ഉണ്ടാകില്ലെന്ന് CPMന് അറിയാം. അതുകൊണ്ട് തന്നെ മണ്ഡലം ഉറപ്പിച്ചു നിർത്താൻ കഠിന ശ്രമമാണ് ഇടതുമുന്നണി നടത്തിയത്. ഭൂരിപക്ഷം 30,000 കടക്കുമെന്നാണ് UR പ്രദീപിന്റെ പ്രതീക്ഷ. നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ കൂടുതൽ പ്രതീക്ഷയാണ് ഇനിയുള്ളത്. ഇപ്പോൾ ഉള്ളത് പൊതുവെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള പ്രവർത്തനത്തിൽ എല്ലാം ആവേശകരമായ ഒരു പ്രതികരണം വന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയും മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഇന്നലെ വരെ എന്ത് ചെയ്തു എന്നത് ജനം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന് നമ്മൾ ഇതിങ്ങനെ ഇഞ്ചോട് ഇഞ്ചി നടത്തി എന്ന് പറഞ്ഞാലും അതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. 2019 ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂരിൽ പാട്ടും പാടി വിജയിച്ച രമ്യ ചേലക്കരയിൽ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം. ആര് വിജയിക്കുമെന്ന് പറയാനാകാത്ത വിധം ഇഞ്ചോടിഞ്ച് പോരാട്ടമായി ചേലക്കരയിൽ. 3ാം വട്ടവും ചേലക്കര മണ്ഡലത്തിലെ ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചെത്തുന്ന രമ്യ ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ ചെയ്യുവാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കും പ്രവചിക്കാം ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത്. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണനും വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. LDFനും UDFനും അവസരം നൽകിയ ചേലക്കരക്കാർ
ഇത്തവണ മാറി ചിന്തിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ചേലക്കര ഇത്തവണ ആർക്കൊപ്പമാണെന്ന് കണ്ടറിയണം. ഇലക്ഷൻ ഡെസ്ക്, ചേലക്കര. പ്രചാരണത്തിന്റെ ഓരോ ദിവസങ്ങളിലും മാറിമറിഞ്ഞത് നിരവധി വിഷയങ്ങളായിരുന്നുവെങ്കിൽ നിശബ്ദ പ്രചരണ ദിവസം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തിയ PV അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്ക് ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തി വാർത്താ സമ്മേളനം നിർത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും അൻവർ വഴങ്ങിയില്ല. കമ്മീഷന്റെ നോട്ടീസ് കൈപ്പറ്റാതിരുന്ന അൻവർ വാർത്താ സമ്മേളനം തുടരുകയായിരുന്നു. ചേലക്കരയിൽ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. പരസ്യപ്രചാരണം അവസാനിച്ചതിനാൽ അൻവറിന് പ്രസ് മീറ്റ് നടത്താനാകില്ലെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. എന്നാൽ വാർത്താസമ്മേളനം നടത്തുമെന്ന് വെല്ലുവിളിച്ച അൻവർ സംസാരിക്കുകയായിരുന്നു. വാർത്താസമ്മേളനത്തിനിടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എത്തി അൻവറിന് നോട്ടീസ് നൽകി. എന്നാൽ അൻവർ വഴങ്ങിയില്ല. ഇല്ലല്ല, നിങ്ങൾ അത് വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അത് ആ ആക്ട് പറയുന്നു. നിങ്ങൾ കാണിച്ചത് നിങ്ങൾ വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോകും. ഈ നിയമം അതിനെ അനുശാസിക്കുന്നില്ല. ഇലക്ഷൻ ടെലികാസ്റ്റിംഗ് പാടില്ല എന്നത് ചട്ടമാണെന്നും അൻവർ ഇത് ലംഘിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധി വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധി പറഞ്ഞു. അതേസമയം വാർത്താസമ്മേളനം നടത്താൻ പാടില്ല എന്ന ചട്ടം ഇല്ലെന്നും കീഴ്വഴക്കം മാത്രമെന്നുമായിരുന്നു അൻവറിന്റെ വാദം. അല്ല, സാധാരണഗതിയിൽ മുൻകാലങ്ങളിലൊന്നും തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം കണ്ടിട്ടില്ല. അതായത് കീഴ്വഴക്കല്ലല്ലോ നാട്ടുകാരുണ്ടാക്കുന്ന കീഴ്വഴക്കല്ലല്ലോ നിയമം. നിയമം കീഴ്വഴക്കമാണ്. നിയമമാണ് ഇവിടെ നടപ്പിലാവേണ്ടത്, കീഴ്വഴക്കല്ല. ഇതിപ്പോ ഒരു മതത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ കീഴ്വഴക്കം എന്ന് പറയാം, ഒരു കുടുംബത്തിന്റെ കാര്യമാണെങ്കിൽ കീഴ്വഴക്കം എന്ന് പറയാം. ഇതൊരു നിയമത്തിന്റെ പ്രശ്നമാണ്. അൻവറിന്റെ നടപടി ചട്ടത്തിനെതിരാണെന്ന് മുൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ ന്യൂസ് 18 പ്രതികരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് നടപ്പിലാക്കേണ്ടത്. 48 മണിക്കൂർ മുൻപ് ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നതാണ്. അതാണ് നിയമം. അതിനുശേഷം എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രചാരണം രീതിയിൽ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി അത് തീർച്ചയായിട്ടും മോഡൽ കോഡ് ഓഫ് കണ്ടക്ടിന്റെ ലംഘനം തന്നെയാണ്. അതിനുവേണ്ടി അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറിൽ നിന്ന് റിപ്പോർട്ട് ചോദിക്കേണ്ടതാണ്. എങ്ങനെയാണ്, എവിടെയാണ് സംഭവിച്ചത്. ആ റിപ്പോർട്ട് സിഇഒക്ക് കൊടുത്താൽ അത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ അത് ഉചിതമായ നടപടി എടുക്കാൻ അവർ തീരുമാനിക്കും, ലംഘനമാണോ ഇല്ല എന്ന്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറിന് റിട്ടേണിംഗ് ഓഫീസർ സമർപ്പിക്കും. ശേഷം അൻവറിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് 18 ചേലക്കര. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പുരോഗമിക്കുമ്പോൾ പാലക്കാടുണ്ടായ വലിയ വിവാദം എന്നത് അവിടുത്തെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു. കള്ളപ്പണം എത്തിച്ചു കോൺഗ്രസ് പ്രവർത്തകർ എന്ന ആക്ഷേപം ആണ് അവിടെ UDFും BJPയും ഒക്കെ ഉന്നയിക്കുന്നതെങ്കിൽ ചേലക്കര മണ്ഡലത്തിന്റെ അതിർത്തിയായ ചെറുതുരുത്തിയിൽ നിന്ന് 20 ലക്ഷം രൂപ പിടികൂടുകയുണ്ടായി. വാഹനത്തിൽ കടത്തുകയായിരുന്ന പണമാണ് ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയത്. കൊളപ്പള്ളി സ്വദേശിയും വ്യവസായിയുമായ ജയൻ ഉൾപ്പെടെ 3 പേരെ ഈ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. ജയന്റെ വീട്ടിൽ പോലീസ് റെയ്ഡും നടത്തി. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇലക്ഷൻ സ്ക്വാഡ് നടത്തിയ വ്യാപക പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടുകൂടി ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ പരിസരത്ത് നിന്നാണ് പണം പിടിച്ചെടുത്തത്. വാഹനത്തിന്റെ സീറ്റിനടിയിൽ ബാഗിലാക്കിയാണ് 19.7 ലക്ഷം രൂപ സംഘം ഒളിപ്പിച്ചു വെച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് പിൻവലിച്ച പണമാണ് ഇതെന്നും വീട് പണിക്കായി ടൈൽസ് വാങ്ങാൻ എറണാകുളത്തേക്ക് പോകുകയാണ് എന്നുമായിരുന്നു കാറിലുണ്ടായിരുന്നവർ ഇലക്ഷൻ സ്ക്വാഡിന് നൽകിയ മറുപടി. 25 ലക്ഷം പിൻവലിച്ചതിന്റെ രേഖകളും കാണിച്ചു. എന്നാൽ ബാക്കി തുക എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയില്ലാതായതോടെ മതിയായ രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ പണം ഇലക്ഷൻ സ്ക്വാഡ് കണ്ടുകെട്ടി. തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന കൊളപ്പള്ളി സ്വദേശി ജയൻ ഉൾപ്പെടെ 3 പേരെയും വാഹനത്തെയും സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ജയന്റെ കൊളപ്പള്ളിയിലെ വസതിയിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് പണം കണ്ടെത്തി. അതേസമയം പണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നതാണെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സംഭവത്തിൽ ആരോപണ പ്രത്യാരോപണവുമായി രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. 3 പേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ദുരൂഹത വെളിവാകും എന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 ചേലക്കര. ചേലക്കരയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും ഇത്തവണ അതായത് 3 മണ്ഡലങ്ങളിൽ ആണ് വോട്ടെടുപ്പ് എങ്കിലും
ഈ ആദ്യഘട്ടത്തിൽ വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ചേലക്കര തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. പ്രത്യേകിച്ച് വയനാടിൻ്റെ ഒരു പൊതു സ്വഭാവം നമുക്ക് അറിയാം. എങ്കിലും തെരഞ്ഞെടുപ്പാണ്. ശ്രീജിത്ത്, അവസാന മണിക്കൂറുകളിലൂടെയാണല്ലോ ചേലക്കര കടന്നു പോകുന്നത്. ഏറ്റവും ഒടുവിൽ പുതുതായി ചേർക്കാൻ എന്തൊക്കെയാണുള്ളത്? പാലക്കാടായിരുന്നു പൊതുവെ വലിയ ശ്രദ്ധാകേന്ദ്രമെങ്കിലും അതിശക്തമായ പോരാട്ടം നടന്നൊരു മണ്ഡലമായി ചേലക്കര അവസാനം എത്തുമ്പോൾ മാറി എന്നുള്ളതാണ് അഭിലാഷ് കൃത്യമായി എടുത്ത് പറയാൻ കഴിയുന്നത്. ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിലടക്കം ഇതുതന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ചേലക്കര മണ്ഡലത്തിലെ ഓരോ പ്രദേശത്ത് സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ ബൂത്തുകൾ സജ്ജമാക്കുന്ന അടക്കമുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ കാണുമ്പോഴും എത്രത്തോളം വീറും വാശിയും ഈ പോരാട്ടത്തിനുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ചെറുതുരുത്തിയിൽ കണ്ടെത്തിയ 25 ലക്ഷം രൂപ, പിടികൂടിയ 25 ലക്ഷം രൂപ, അങ്ങനെ നിശബ്ദ പ്രചരണ ദിവസവും രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കൊക്കെയും ചേലക്കര സാക്ഷ്യമായി. ഒരുപക്ഷെ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം ഉൾപ്പെടെ വാർത്താ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകളായി. ഒരുപക്ഷെ അൻവറിൻ്റെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നുള്ള അഭ്യൂഹം പോലും ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഏതാണ്ട് 1 മാസം നീണ്ടുനിന്ന പ്രചരണമാണ്. എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ജനങ്ങളോട് 3 മുന്നണികളും അതിശക്തമായി പറഞ്ഞു. UDFനെ സംബന്ധിച്ച് ചേലക്കരയിൽ ഒരു അട്ടിമറി വിജയം അവർ രമ്യ ഹരിദാസിലൂടെ പ്രതീക്ഷിക്കുകയാണ്. UR പ്രദീപിലൂടെ മണ്ഡലം നിലനിർത്താൻ LDFും ഒപ്പം തന്നെ ബാലകൃഷ്ണനിലൂടെ, ചേലക്കരയുടെ ബാലേട്ടൻ എന്നാണ് BJP കേന്ദ്രങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്, അദ്ദേഹത്തിലൂടെ ഒരു മികച്ച അട്ടിമറിയും അവരും പ്രതീക്ഷിച്ചുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത്രയും ശക്തമായൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നത് വേണം ഈ അവസാന മിനിറ്റുകളിലെ ചേലക്കരയുടെ ഒരുക്കങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ രാവിലെ ജനം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ആര് ജയിക്കണം എന്നുള്ള കാര്യത്തിൽ. എന്താകും ഇവിടെ പ്രതിഫലിക്കുക? സർക്കാരിൻ്റെ വിലയിരുത്തലായി മാറുമോ? പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായി മാറുമോ? എങ്ങനെയായിരിക്കും BJPയുടെ ഇവിടുത്തെ ഒരു സാന്നിധ്യം? ഇതെല്ലാം തന്നെ ഈ വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ പാലക്കാട് ഇനി 20-ന് നടക്കാനിരിക്കുന്നുള്ളൂ. അതിന് മുന്നോടിയായി തന്നെ ചേലക്കര വിധി എഴുതാൻ പോകുന്നു. അഭിലാഷ്. യെസ്, അതാണ്. എന്തായാലും പാലക്കാട് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എങ്കിൽ പോലും വോട്ടെടുപ്പ് നടക്കുന്ന, ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 2 മണ്ഡലങ്ങൾ എന്നത് ചേലക്കരയും വയനാടുമാണ്. അതിൽ ചേലക്കരയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നത്. 28 വർഷമായി ഇടതുപക്ഷം തുടർച്ചയായി അധികാരത്തിൽ അല്ലെങ്കിൽ MLAയെ നിയമസഭയിലേക്ക് അയക്കുന്ന ഒരു മണ്ഡലം. ഇത്തവണ അതിശക്തമായ പോരാട്ടം നടക്കുന്നു. തിരിച്ചുപിടിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയോടുകൂടി UDF രമ്യ ഹരിദാസിനെ രംഗത്തിറക്കുമ്പോൾ BJPയും വലിയ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെയാണ് വയനാട്ടിലും ഇത്തവണ വലിയ പോരാട്ടം നടക്കുന്നത്. എന്തായാലും നമുക്ക് കേരളത്തിൽ നിന്ന് ഇനി മഹാരാഷ്ട്രയിലെയും ഒപ്പം ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോകാം. 2-1-3 തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. വയനാടും ചേലക്കരയും മാത്രമല്ല, മറിച്ച് വിവിധ സംസ്ഥാനങ്ങളിലായി 31 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വോട്ടെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, ബീഹാർ ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിൽ ആണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സിക്കിമിലെ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പാലക്കാടിനൊപ്പം 20-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആകെ 48 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 2 പാർലമെന്റ് സീറ്റുകളിലേക്കും ആണ് രാജ്യത്തെ ഇത്തവണ 2 ഘട്ടങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജാർഖണ്ഡ്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 81 അംഗ നിയമസഭയിൽ 43 സീറ്റുകളിലേക്കാണ് സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജാർഖണ്ഡിന്റെ 6ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു സംസ്ഥാനത്തെ വോട്ടർമാർ. 5ാം നിയമസഭയുടെ കാലാവധി അടുത്ത വർഷം ജനുവരി 5-നാണ് അവസാനിക്കുന്നത്. ജാർഖണ്ഡിലെ 2.5 കോടിയിലധികം വരുന്ന വോട്ടർമാരിൽ 1,37,00,000 പേരാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 43 സീറ്റുകളിലായി 683 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 680 പുരുഷന്മാരും 73 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമാണ് ജനവിധി തേടുന്നത്. സീറ്റുകളിൽ 20 പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്നു. 6 പട്ടികജാതി വിഭാഗത്തിന്, 17 ജനറൽ സീറ്റുകൾ.
മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം 179.14 കോടി രൂപയുടെ അനധികൃത വസ്തുക്കളും പണവും അധികൃതർ പിടിച്ചെടുത്തു. നുഴഞ്ഞുകയറ്റം, അഴിമതി, കുംഭകോണം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രചാരണം കൊഴുപ്പിച്ച NDA മുന്നണി സർക്കാർ ഉണ്ടാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ്. ആദിവാസി അവകാശങ്ങൾ, ക്ഷേമം, തദ്ദേശീയർക്കെതിരെയുള്ള ആക്രമണങ്ങൾ എന്നിവയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ വിഷയം. JMM നേതൃത്വം നൽകുന്ന മുന്നണി തുടർഭരണം ലഭിക്കും എന്ന ഉറപ്പിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ പ്രചരണത്തിനായി പലതവണ ജാർഖണ്ഡിലെത്തി. JMM എക്സിക്യൂട്ടീവ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഭരണസഖ്യത്തിനായി റാലികൾ നയിച്ചു. ഭൂമി തട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ED ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമാണ്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് ഭരണമുന്നണിയുടെ ആരോപണം. സംസ്ഥാനത്ത് ഇതുവരെ ഒരു പാർട്ടിക്കും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. മുന്നണി ഭരണം 5 ടേം കണ്ട ജാർഖണ്ഡ് ഇത്തവണ എങ്ങനെ വിധിയെഴുതും എന്നത് ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ് പാർട്ടികൾ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. യെസ്, ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ മമ്മൂട്ടി നായകനായുള്ള ഉണ്ട എന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടാകും. അവർക്ക് ഓർമ്മയുണ്ടാകും, അത് ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് പറയുന്നത്. എങ്കിൽ ഏതാണ്ട് സമാനമായ സ്വഭാവത്തിലുള്ള മണ്ഡലങ്ങൾ, പോളിംഗ് ബൂത്തുകൾ ഒക്കെയുണ്ട് ജാർഖണ്ഡിലും. ജാർഖണ്ഡിൽ 194 പോളിംഗ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥരെ ഹെലികോപ്റ്ററിൽ ആണ് എത്തിച്ചത്. ഇന്നലെ 225 ഉദ്യോഗസ്ഥരെയാണ് ഹെലി ഡ്രോപ്പിംഗ് ചെയ്തത്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെ ഇന്ന് എത്തിച്ചു. ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന പ്രശ്നബാധിത ബൂത്തുകളിലേക്കാണ് ഉദ്യോഗസ്ഥരെ ഹെലികോപ്റ്റർ ഡ്രോപ്പ് ചെയ്തത്. മാവോയിസ്റ്റ് ഭീഷണി നേരിടുന്ന നിരവധി ബൂത്തുകൾ ആണ് ജാർഖണ്ഡിൽ ഉള്ളത്. സ്വാതന്ത്ര്യ സമര സേനാനിയും ആദിവാസി അവകാശ പോരാളിയുമായിരുന്ന ബിർസ മുണ്ട ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിലെ സജീവ ചർച്ചാ വിഷയമാണ്. പ്രധാനമായും ഗോത്രവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായ JMMനെ നേരിടാൻ BJPയുടെ മുഖ്യ പ്രചാരണ ആയുധവും ബിർസ മുണ്ടയാണ്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ബിർസ മുണ്ട എന്ന ഗോത്രവർഗ പോരാളി ജാർഖണ്ഡ് അടക്കം പല സംസ്ഥാനങ്ങളിലും ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ ആരാധനാമൂർത്തി കൂടിയായ ധീരവിപ്ലവകാരിയാണ്. പ്രധാനമായും ഗോത്രവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായ JMMനെതിരെ BJP മുഖ്യ ആയുധമാക്കുന്നതും ബിർസ മുണ്ടയുടെ പേര് തന്നെയാണ്. ബിർസ മുണ്ടയുടെ ജന്മദിനത്തെ ആദിവാസി ഗുരുദേവ് ദിവസമായി പ്രഖ്യാപിച്ചത് BJP സർക്കാരാണെന്ന വാദമാണ് പാർട്ടി അധ്യക്ഷൻ JP നദ്ദ മുന്നോട്ട് വയ്ക്കുന്നത്. हमारे झारखंड के वीर वीरांगनाएं, हमारे झारखंड के भाई, जिनका इतिहास इस बात के लिए जाना जाता है, चाहे अंग्रेजों का राज था, चाहे अन्य का राज था, हमारे वीर वीरांगनाओं ने अत्याचारी शासन को उखाड़ फेंका है. और अब समय आ गया है कि यही वीर वीरांगनाएं इस बार झारखंड से झारखंड मुक्ति मोर्चा, कांग्रेस पार्टी और RJD को उखाड़ फेंकेंगी और भारतीय जनता पार्टी और NDA की सरकार बनाएंगी. നവംബർ 15 ബിർസ മുണ്ട ജയന്തി ആഘോഷത്തിന് ആഹ്വാനം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. लेकिन यशस्वी प्रधानमंत्री ने आपके केवल झारखंड में नहीं, केवल बिहार में नहीं, हमारे उत्तर प्रदेश, मध्य प्रदेश सहित पूरे देश के अंदर बिरसा मुंडा जयंती मनाने के लिए पूरा देश आंदोलित कर दिया. 15 नवंबर को धूमधाम से उनकी बिरसा मुंडा जयंती मनाएं. കാലങ്ങളായി അവഗണിക്കപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി ജൻമൻ പദ്ധതി തുടങ്ങിയത് ബിർസ മുണ്ടയുടെ ജന്മസ്ഥലത്ത് നിന്നാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം. 15 नवंबर को मैं धरती आबा बिरसा मुंडा के गांव उलीहातू गया था. मैं देश का पहला प्रधानमंत्री हूं जिसको ये अवसर मिला है. वहां हमने एक बहुत बड़ी योजना PM जनमन अभियान की शुरुआत की. അല്പം കൂടി കടത്തിവെട്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. BR അംബേദ്കറെയും ബിർസ മുണ്ടയെയും JMM സർക്കാർ ബഹുമാനിക്കുന്നില്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങളോടാണ് അവർക്ക് ബഹുമാനമെന്നും
യോഗിയുടെ വാദം. എന്നാൽ ഈ ആക്ഷേപങ്ങൾക്കെല്ലാം JMM നേതൃത്വത്തിന്റെ മറുപടി ഇങ്ങനെയാണ്. ബിർസ മുണ്ടയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് വച്ച് രൂപീകരിച്ച പാർട്ടിയാണ് JMM. ആദിവാസി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടി കൂടിയാണ് JMM. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമുള്ള BJPയുടെ ബിർസ മുണ്ട പ്രേമം ഗോത്ര വിഭാഗങ്ങൾ തിരിച്ചറിയുമെന്നും ഹേമന്ത് സോറൻ തന്നെ മറുപടി പറയുന്നു. എന്തായാലും 25 വയസ്സുവരെ മാത്രം ജീവിച്ച ബിർസ മുണ്ട എന്ന ഉജ്ജ്വലനായ പോരാളി ജാർഖണ്ഡിൽ നിന്നും വോട്ടിനെ നിർണ്ണയിക്കുന്ന ഘടകമാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. യെസ്, എന്തായാലും ഗോത്ര വിഭാഗങ്ങൾ വിജയികളെ നിശ്ചയിക്കുന്ന ജാർഖണ്ഡിൽ തുടക്കം മുതൽ BJPയും ഈ തന്ത്രം തന്നെയാണ് മെനയുന്നത്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള കടന്നുകയറ്റം മർദ്ദിക്കുന്നതോടുകൂടി ജാർഖണ്ഡിന്റെ സ്വത്വബോധം നഷ്ടമാകുന്നു, അവിടുത്തെ ഗോത്ര വിഭാഗത്തിന്റെ ജനസംഖ്യ ക്രമാനുഗതമായി കുറയുന്നു എന്നിങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതെന്ത് തന്നെയായാലും രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ആദ്യ വിജയം ആഘോഷിച്ചത് സിക്കിം ക്രാന്തികാരി മോർച്ചയാണ്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ മകൻ ആദിത്യ ഗോലെ തമാങ്ങും സതീഷ് ചന്ദ്ര റായിയും ആയിരുന്നു ആ വിജയികൾ. സംസ്ഥാനത്തെ പ്രതിപക്ഷമായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് ഈ രണ്ടുപേരെ വിജയികളായി തീരുമാനിച്ചത്. സിറ്റിസൺ ആക്ഷൻ പാർട്ടി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരസിക്കുകയും ചെയ്തിരുന്നു. നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലെ ഏക നിയമസഭാ മണ്ഡലം ആണ് വാവ്. BJPയുടെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് ഈ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത്. മണ്ഡലത്തിലെ 321 പോളിംഗ് സ്റ്റേഷനുകളിലായി 1412 ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 3,10,000 വോട്ടർമാരാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലെ വാവ് നിയമസഭാ മണ്ഡലത്തിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. ഇതിൽ 1,61,000 പുരുഷന്മാരും 1,49,000 സ്ത്രീകളും ഉൾപ്പെടുന്നു. സ്വരൂപ് ജി ഠാക്കൂറാണ് BJP സ്ഥാനാർത്ഥി. മുൻ ധാരാഡ് MLA ഗുലാബ് സിംഗ് രജ്പുത്താണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത BJP വിമതൻ മാവ്ജി പട്ടേലാണ് പക്ഷേ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഭാരതീയ ജൻ പരിഷത്ത് പാർട്ടി സ്ഥാനാർത്ഥിയും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബനാസ്കാഠ ലോക്സഭാ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് MLA ജനിബെൻ ഠാക്കൂർ രാജിവെച്ച സാഹചര്യത്തിലാണ് വാവിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ജനിബെൻ ഠാക്കൂറിന്റെ അടുപ്പക്കാരനാണ് ഗുലാബ് സിംഗ് രജ്പുത്ത്. സംസ്ഥാനത്ത് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലിരിക്കുന്ന BJP സർക്കാരിന് ഈ സീറ്റിലെ ഫലം ഭയക്കാനില്ല. എന്നാൽ വിമതൻ മാവ്ജി പട്ടേൽ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് ക്ഷീണമാകും. മുൻ MLA കൂടിയായ മാവ്ജി പട്ടേൽ ചൗധരി സമുദായത്തിൽ സ്വാധീനമുള്ള നേതാവാണ്. മാവ്ജിയെ പിന്തുണയ്ക്കുന്നതിന് 4 പ്രമുഖരെ കൂടി BJP ഗുജറാത്ത് അധ്യക്ഷൻ CR പാട്ടീൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. 1990-ൽ ജനതാദൾ സ്ഥാനാർത്ഥിയായി വാവിൽ മാവ്ജി പട്ടേൽ വിജയിച്ചിരുന്നു. പിന്നീട് കോൺഗ്രസിലേക്കും BJPയിലേക്കും ചുവടുമാറി. മണ്ഡലത്തിൽ 30% ഠാക്കൂർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. 17% ചൗധരി പട്ടേൽ വോട്ടുകളും 12% വരുന്ന ദളിത് വോട്ടർമാരും നിർണായകമാണ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന ആരോപണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദിവാസി വിഭാഗങ്ങളെ പല ജാതികളാക്കി വിഭജിച്ച് ഐക്യത്തെ ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്നും മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലെ റാലിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശം വിവാദമാക്കുകയാണ് BJP. കോൺഗ്രസിന് ഹിന്ദു വിരുദ്ധവും സനാതന വിരുദ്ധവുമായ DNA ഉണ്ട് എന്നാണ് ഷഹസാദ് പൂനെവാല വിമർശിച്ചത്. സന്യാസിയുടെ വസ്ത്രമായ കാവി ധരിക്കുന്നവർ രാഷ്ട്രീയത്തിൽ വരരുത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മൗലാനയെയും മൗലവിയെയും പറ്റി ഇതേപോലെ പറയുമോ എന്നും ഷഹസാദ് പൂനെവാല ചോദിക്കുന്നു. ഇനി 2-1-3 ഇന്നത്തെ പഞ്ച് ഡയലോഗിലേക്കാണ്. വോട്ടെടുപ്പിന് മുമ്പ് ഭൂരിപക്ഷത്തെക്കുറിച്ച് ചോദിച്ചാൽ സ്ഥാനാർത്ഥികൾ കയറ്റി പറയുന്നതാണ് സാധാരണ ശീലം. 30,000-ൽ കൂടുമോ എന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ MG മിഥുന്റെ ചോദ്യത്തിന് അതിലും കൂടുമെന്നും എന്നാൽ ഇരുന്ന് കണക്ക് കൂട്ടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൃത്യമായി പറയാൻ കഴിയാത്തത് എന്നുമാണ് ചേലക്കരയിലെ
ഇടത് സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിശദീകരണം. എന്നാലും ഇരുന്നു കൂട്ടാൻ സമയം കിട്ടിയ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു വെക്കാമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രതീക്ഷയൊക്കെ കൂടുതൽ പ്രതീക്ഷയാണ് ഇനിയുള്ളത് ഇപ്പോൾ ഉള്ളത്. അത് എത്ര എണ്ണം എന്ന് പറയാൻ ഒരു സ്ഥാനാർത്ഥി തനിക്ക് എനിക്ക് സാധിക്കാത്തത് ഞാൻ ഇരുന്ന് കണക്കുകൾ പരിശോധിച്ചതുകൊണ്ടാണ്. പൊതുവെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള പ്രവർത്തനത്തിൽ എല്ലാം ആവേശകരമായ ഒരു പ്രതികരണം വന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയും മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. എതിരാളി രമ്യ ഹരിദാസും ഒട്ടും മോശമല്ല. ഭൂരിപക്ഷം താൻ പറയില്ല, ചാനലുകാർ പ്രവചിച്ചോളൂ എന്നായിരുന്നു രമ്യ പറഞ്ഞത്. വോട്ടെണ്ണിക്കഴിയുമ്പോൾ ഏത് ചാനലിന്റെ പ്രവചനം ശരിയായി എന്ന് നോക്കാമെന്ന പ്രോത്സാഹനവും നൽകാൻ രമ്യ മറന്നില്ല. ജനങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ജനങ്ങളുടെ മനസ്സിൽ നിന്നുള്ള വോട്ടുകൾ കൈപ്പത്തി അടയാളത്തിൽ ചെയ്യുവാൻ അവർ തയ്യാറെടുത്തു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കും പ്രവചിക്കാം ഞങ്ങളുടെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത്. എന്തായാലും നാളെ ഈ സമയം വയനാടും ചേലക്കരയും വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. 2-1-3 പൂർണ്ണമാകുന്നു. നമസ്കാരം.